അട്ടപ്പാടി മധു വധക്കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തവും 2.5 ലക്ഷം രൂപ വീതം പിഴയുമാക്കി വർദ്ധിപ്പിച്ചു. കേസിലെ 1-ാം പ്രതിയെ വെറുതെ വിട്ടു. നേരത്തെ വിചാരണ കോടതിയായ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി 13 പ്രതികൾക്കും 7 വർഷം തടവും പിഴയും 16-ാം പ്രതിക്ക് 3 മാസത്തെ തടവുമാണ് വിധിച്ചിരുന്നത്. ശിക്ഷയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് പ്രതികളും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മധുവിന്റെ അമ്മ മല്ലിയും സർക്കാരിന് നൽകിയ അപ്പീലുകൾ പരിഗണിച്ചാണ് ജസ്റ്റിസ് എ രാജ വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുടെ ബെഞ്ച് ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി ഹുസൈനെ വെറുതെ വിടുകയും ബാക്കിയുള്ള 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമാക്കി ഉയർത്തുകയും 2.5 ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പിഴത്തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ മധുവിന്റെ അമ്മ മല്ലിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമത്തിലെ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ശിക്ഷ വർദ്ധിപ്പിച്ചത്. 16-ാം പ്രതി മുനീറിന് വിചാരണ കോടതി 3 മാസത്തേക്ക് ശിക്ഷിച്ചത് 1 വർഷമാക്കി ഉയർത്തുകയും ചെയ്തു. 2-ാം പ്രതി മരക്കാർ, 3-ാം പ്രതി ഷംസുദ്ദീൻ, 5-ാം പ്രതി രാധാകൃഷ്ണൻ, 6-ാം പ്രതി അബൂബക്കർ, 7-ാം പ്രതി സിദ്ദിഖ്, 8-ാം പ്രതി ഉബൈദ്, 9-ാം പ്രതി നജീബ്, 10-ാം പ്രതി ജൈജുമോൻ, 12-ാം പ്രതി സജീവ്, 13-ാം പ്രതി സതീഷ്, 14-ാം പ്രതി ഹരീഷ്, 15-ാം പ്രതി ബിജു എന്നിവരുടെ ശിക്ഷയാണ് ജീവപര്യന്തമാക്കിയത്. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം അധികം തടവ് അനുഭവിക്കണം. ശിക്ഷയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് ഇവർ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. 1-ാം പ്രതി ഹുസൈന് 7 വർഷം തടവ് വിചാരണ കോടതി വിധിച്ചിരുന്നു. വനത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മധുവിനെ മുക്കാലിയിലെത്തിച്ച് നടത്തിയ ആൾക്കൂട്ട വിചാരണയ്ക്കിടെ 1-ാം പ്രതിയായ ഹുസൈൻ പുറകിൽ നിന്ന് ചവിട്ടുകയും ചവിട്ടേറ്റ മധുവിന്റെ തല ഭണ്ണാരത്തിലിടിച്ചു എന്നതായിരുന്നു എഫ്ഐആറിൽ. എന്നാൽ വിചാരണയ്ക്കിടെ തെളിവായി സ്വീകരിച്ച CCTV ദൃശ്യങ്ങളിൽ ഹുസൈൻ തന്റെ കാറിലെത്തുന്ന ദൃശ്യങ്ങളുണ്ടെങ്കിലും ചവിട്ടുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. തെളിവുകളുടെ അഭാവമാണ് 1-ാം പ്രതിക്ക് ശിക്ഷ ഇളവ് ലഭിച്ചത്. കേസിലെ 4-ാം പ്രതിയായിരുന്ന അനീഷ്, 11-ാം പ്രതിയായിരുന്ന അബ്ദുൾ കരീം എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവെച്ചു. പാലക്കാട് അട്ടപ്പാടി ചിണ്ടയ്ക്ക് ഉന്നതിയിലെ മല്ലന്റെയും മല്ലിയുടെയും 27-കാരനായ മകൻ മധുവിനെ അരിയും പലചരക്ക് സാധനങ്ങളും മോഷ്ടിച്ചുവെന്നാരോപിച്ച് ആൾക്കൂട്ടം ആക്രമിച്ചതിനെ തുടർന്ന് കൊല്ലപ്പെടുകയായിരുന്നു. മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്നതിന്റെയും ആക്രമിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പ്രധാന തെളിവായി. 2018 ഫെബ്രുവരി 22-നായിരുന്നു സംഭവം. മധുവിന്റെ കുടുംബത്തിനു വേണ്ടി അഡ്വക്കേറ്റ് രാജേഷ് M. മേനോൻ ഹാജരായി. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.